إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് മുഹറം 10 ആശൂറ ദിവസത്തിലാണ് നമ്മൾ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മഹത്തായ ചില ഓർമ്മകൾ നമ്മെ മുൻനിർത്തി ഈ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് നിയമമാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മളെല്ലാവരും ഈ ദിവസം നോമ്പെടുത്തിട്ടാണ് ഈ മസ്ജിദിൽ വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തീകരിക്കാനും അതിൻ്റെ പ്രതിഫലമായി നിശ്ചയിച്ച കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അമലായി ഈ നോമ്പിനെ മാറ്റുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആശൂറ ദിവസം മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിലടക്കം മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ വിശ്വസിച്ച ഈമാനുള്ളവരെയും ഫിർഔനിൻ്റെയും ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് വിജയം നൽകിയ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഫീ ദാലിക ലആയ, ആ ചരിത്ര സംഭവത്തിൽ നമുക്ക് ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച ആ മഹത്തായ സംഭവം, അതിൻ്റെ അനുസ്മരണം ആശൂറ ദിവസം മുഹറം 10 ദിവസം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതിനെ മുൻനിർത്തി ഏതാനും ചില പാഠങ്ങൾ ഇന്നത്തെ ഖുതുബയിലൂടെ നാം ഓർമ്മിക്കുകയാണ്. ഒന്നാമതായി, ആശൂറ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അന്നൽ മുവഹിദ മൻസൂറുൻ, അള്ളാഹുവിൻ്റെ തൗഹീദ്, അവൻ്റെ ഏകത്വം മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർ അവർ എക്കാലത്തും വിജയിക്കപ്പെടുന്നവരാണ്. അവർ പരാജിതരാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറു, ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നവൻ അവനെ അള്ളാഹു സഹായിക്കുന്നതാണ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറു വയുസബ്ബിത് അഖ്ദാമക്കും, ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതു കടുത്ത ശത്രുവിൻ്റെ മുമ്പിലും യുദ്ധരംഗത്തും ഉറപ്പിച്ചു നിർത്തും സ്ഥിരതയോടെ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ പടപ്പുകളായ നമ്മുടെ സഹായം അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു നിരാശ്രയനാണ്, പരാശ്രയമുക്തനാണ്. എല്ലാവരും അവൻ്റെ സഹായത്തിന് കേഴുന്നവരാണ്. എന്നാലും അള്ളാഹുവിനെ സഹായിക്കുക എന്നത് പറഞ്ഞതുകൊണ്ട്
ഈ ആയത്തുകളിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? മുഫസ്സിറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം മുറുകെ പിടിച്ച് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ശിരസാവഹിക്കുക, അവന്റെ ദീനിന്റെ കൽപ്പനകൾ നെഞ്ചേറ്റുക, അവൻ ഹറാമാക്കിയ വിലക്കുകൾ അകറ്റി നിർത്തുക. ഇതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക. എങ്കിൽ അള്ളാഹു സഹായിക്കും. വലയൻസുറന്നല്ലാഹ്, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുന്നവർക്കാണ് ശുഭ പര്യവസാനമുള്ളത്. അള്ളാഹു പറഞ്ഞു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അത് പാലിച്ച് ജീവിക്കുന്ന മുത്തഖീകൾക്കാണ് നല്ല പര്യവസാനമുള്ളത്, അന്തിമ വിജയമുള്ളത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടിയായിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുണർത്തിയ മഹത്തായ ഉപദേശവാചകങ്ങളിൽ ഒന്നാമതായി കാണാം, ഇഹ്ഫളില്ലാഹ് യഹ്ഫൾ, ഓ മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ പാലിക്കുക, അവന്റെ കടമകൾ നിറവേറ്റുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ട് ജീവിക്കുക. യഹ്ഫൾ, എങ്കിൽ ഏതു പ്രതിസന്ധി വേളയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. തജിദ്ഹു തുജാഹക്, അള്ളാഹുവിന്റെ സഹായം, അവന്റെ കരുതൽ, അവന്റെ കാരുണ്യം, അവന്റെ കാവൽ, അവന്റെ സംരക്ഷണം നിനക്ക് നിന്റെ മുൻപിൽ കണ്ടെത്താൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ ഇബ്നു അബ്ബാസ് അടങ്ങുന്ന ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് ആശൂറ ദിവസത്തിന്റെ ഒന്നാമത്തെ പാഠം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും സമൂഹത്തിനും അള്ളാഹു ഫിർഔനിന്റെയും കിങ്കരന്മാരുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന്, ചെങ്കടലിന്റെ നടുക്കയത്തിൽ നിന്ന് നൽകിയ രക്ഷ, അത് അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ദീനിനെ അവർ മുറുകെ പിടിച്ചതുകൊണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ദീൻ അതിലായി ജീവിച്ചതുകൊണ്ടാണ്. അള്ളാഹു നമ്മെ സഹായിക്കും ദീൻ മുറുകെ പിടിക്കുന്നിടത്തോളം. അതോടൊപ്പം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമക്ക് അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ചോദിച്ചതുപോലെ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? ഈ ചോദ്യം വളരെ നിസ്സാരമാണ്. ഈ പ്രയോഗം പരിഭാഷപ്പെടുത്താൻ വളരെ ലളിതമാണ്. അലൈസ അല്ലാഹ്, അള്ളാഹു പോരെ, ബികാഫിൻ, അള്ളാഹു മതിയായവനല്ലേ, അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക്. സഹോദരങ്ങളെ, അള്ളാഹു മതിയായവനാകണമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മതിയായവനാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളായി തീരണം. അള്ളാഹുവിന്റെ സാക്ഷാൽ അടിമകൾ, അള്ളാഹുവിന് സർവവും സമർപ്പിക്കുന്ന, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ബലിയും ഇബാദത്തുകളും മാത്രമല്ല, ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് സമർപ്പിക്കുന്നവനാകുന്ന, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാകുന്ന, അവന്റെ മുമ്പിൽ ഉബൂദിയത്ത് സാക്ഷാത്കരിക്കുന്ന മുസ്ലിമീങ്ങളാണെങ്കിൽ അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പോരെ എന്നതാണ് ചോദ്യം. നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനുള്ള ഈമാൻ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഇസ്ലാമിലുള്ള സ്ഥിരത നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടിമയായി നാം മാറുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു പരിശോധിക്കണം. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന പാഠം ആശൂറയുടെ ദിവസത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗൻ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിതരാകേണ്ട, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഔന്നിത്യമുള്ളവർ, നിങ്ങളാണ് അന്തസ്സും പ്രതാപവുമുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മളാണ് ഏറ്റവും ഉന്നതർ, നമ്മളാണ് ഏറ്റവും പ്രതാപമുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മെ ഒരു വിഷമവും ഒരു ദുഃഖവും ഒരു വ്യാധിയും ഒരു ആധിയും ഒരു ഉത്കണ്ഠയും ഒരാവലാതിയും ബാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിൽ നമ്മെ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇതാണ് ആശൂറ ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഏകത്വം മുറുകെ പിടിച്ചു, അവന് മാത്രം ആരാധനകൾ സമർപ്പിച്ചു, തൗഹീദ് സാക്ഷാത്കരിച്ചു, ഇബാദത്തിനർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവന് മാത്രമേ എന്റെ ആരാധനകളുടെ ഏതേതംശവും ഞാൻ നൽകുകയുള്ളൂ എന്ന തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ തഹ്ഖീഖ്, സാക്ഷാത്കാരം ഒരാൾ ജീവിതത്തിൽ നടപ്പിലാക്കുകയും അത് നടപ്പിലാക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ
മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. പിൻപറ്റപ്പെടാൻ, അനുധാവനം ചെയ്യപ്പെടാൻ, മാതൃകയാക്കപ്പെടാൻ, ചോദ്യം ചെയ്യാതെ സംശയലേശമന്യേ നിസ്സങ്കോചം ജീവിതത്തിൽ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പകർത്തിയെടുക്കാൻ, അനുകരിക്കാൻ, മാതൃകയാക്കാൻ എന്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അവകാശമുള്ളൂ, അർഹതയുള്ളൂ എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇത്തിബാഇന്റെ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാഠവും സാക്ഷാത്കരിക്കുന്ന യഥാർത്ഥ മുസ്ലിം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന രണ്ടു ഷഹാദത്ത് കലിമകളുടെ താല്പര്യം. ഇതേറ്റെടുത്തൊരു മുസ്ലിം അവൻ എന്തു പ്രതിസന്ധി ഉണ്ടായെങ്കിലും, ഏതു പരീക്ഷണങ്ങളിലാണെങ്കിലും, യുദ്ധമുഖത്താണെങ്കിലും, സമൂഹമൊന്നടങ്കം അവനെ നശിപ്പിക്കാൻ രംഗപ്രവേശം ചെയ്താലും, ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് അളന്നാൽ ശക്തിയില്ല, അധികാരമില്ല, സ്വാധീനമില്ല, സന്നാഹങ്ങളില്ല, ആയുധബലമില്ല, അംഗബലമില്ല, ആരുമില്ല. ഭൗതികമായ മാനദണ്ഡങ്ങളെല്ലാം അവനെതിരാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഏറ്റവും വലിയ ആയുധമാണ് അവന്റെ കയ്യിലുള്ളത്. അതാണോ അവൻ മുറുകെ പിടിച്ചിട്ടുള്ളത്? വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാ, അല്ലാഹു സത്യം, അല്ലാഹു സത്യം, അല്ലാഹു സത്യം. ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ അത്ഭുതകരമായി അല്ലാഹു നമ്മെ സഹായിക്കുമെന്നാണ്, അല്ലാഹു നമ്മിൽ ഇടപെടുമെന്നാണ്, അല്ലാഹുവിന്റെ സഹായം ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നാണ്. അവന്റെ അടിമകൾക്ക് അനുകൂലമായി അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഈമാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്ന മുവഹിദും സുന്നിയുമാണെങ്കിൽ നീ അല്ലാഹുവിന്റെ സഹായമുണ്ട് എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആശുറയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ഇതാണ്. നോക്കൂ നിങ്ങൾ, ഫിറഔനിന്റെയും കിങ്കരന്മാരുടെയും കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ശുഷ്കരായ, ദുർബലരായ, പാവപ്പെട്ട അന്നത്തെ മുഅ്മിനീങ്ങളും അവരതാ ചെങ്കടലിനെ അഭിമുഖീകരിക്കുകയാണ്. ഇനി മുന്നോട്ടൊരു മാർഗമില്ല, കടലാണ്. പിന്നിലതാ ഫിറഔനും കൂട്ടരും അവരെ പിടികൂടാൻ സർവായുധ സജ്ജരായി, സർവസന്നാഹങ്ങളുമായി അധികാരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ചുകൊണ്ട് ഫിറഔനിന്റെ നേതൃത്വത്തിൽ വരുന്നു. എന്താണ് അവിടെ രക്ഷാമാർഗം? ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ടത് അളന്നാൽ എന്താണ് അവിടെ രക്ഷയ്ക്കൊരു പഴുതുള്ളത്? അതേ പാവപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ അവർ ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെടുമല്ലോ, നമ്മൾ നശിപ്പിക്കപ്പെടുമല്ലോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖാല കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ഇല്ല, ഒരിക്കലുമില്ല, ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും വേണ്ട, നമ്മൾ പിടിക്കപ്പെടുകയില്ല. ഇന്ന മഇ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. എന്നെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും സഹായിച്ചും സംരക്ഷണം നൽകിയും കാവലേകിയും എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗം കാണിക്കും. തീർച്ചയാണ്. എവിടേക്കാണ് മാർഗം? കടലാണ് മുമ്പിൽ, പിന്നിൽ ശത്രുക്കളും. മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഉറപ്പിക്കുന്ന ഭൗതികമായ ഒരളവുകോലും മരണമല്ലാത്ത മറ്റൊന്നും വിധിക്കാത്ത ആ പ്രതിസന്ധി വേളയിൽ അല്ലാഹുണ്ട് എന്നോടൊപ്പം എന്ന് പ്രഖ്യാപിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യം എത്രയാണ്, ആദർശത്തിന്റെ സ്ഥൈര്യം എത്രയാണ്, ഈമാനിന്റെ ചങ്കുറപ്പെത്രയാണ്, ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അതടിയുറച്ച അതിന്റെ ബലം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഫൗഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ഹജർ അനിദ്രിബ് ബിഅസാകൽ ബഹർ. മൂസാക്ക് നാം വഹി നൽകി തന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കാൻ. മൂസാ നബി അടിച്ചു. ഫംഫലക ഫകാന കുല്ലു ഫിർഖിൻ കതൗദിൽ അദീം. അതാ മഹാപാരാവാരം പോലെയുള്ള ആ സാഗരം രണ്ടു വലിയ പർവ്വതങ്ങൾ കണക്കെ രണ്ടു വശങ്ങളിലേക്ക് വടിവെട്ടി തെളിക്കുന്നു അല്ലാഹുവിന്റെ കൽപ്പനയാൽ. വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ. അല്ലാഹു പറഞ്ഞു, മൂസായെയും അവരോടൊപ്പമുള്ള ഈമാനുള്ളവരെയും അല്ലാഹു സുരക്ഷിതമായി വിജയതീരത്തെത്തിച്ചു. സുമ്മ അഗ്റഖനൽ ആഖരീൻ. ഫിറഔനിനെയും കൂട്ടരെയും ചെങ്കടലിന്റെ നടുക്കയത്തിൽ അല്ലാഹു മുക്കി നശിപ്പിച്ചു. ഇങ്ങനെ അല്ലാഹു സംരക്ഷിക്കും, ഇങ്ങനെ അല്ലാഹു വിജയമിറക്കും, ഇങ്ങനെ അല്ലാഹു സഹായിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കലാണ് നിബന്ധന.
അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എക്കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരോടും നേതൃത്വത്തോടും ഭരണാധികാരികളോടും ഭരണീയരോടും സമൂഹം എത്ര നമുക്ക് പ്രതികൂലമാണെങ്കിലും, എത്രമേൽ ഇസ്ലാമിനോടുള്ള ശത്രുത സമൂഹത്തിൽ കൊടുമ്പിരി കൊണ്ടാലും, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നിടത്തോളം ഫിറഔനിന്റെയും കൂട്ടരുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന് മൂസാ നബിയെയും ദുർബലരായ വിശ്വാസികളെയും അള്ളാഹു ചെങ്കടലിന്റെ നടുക്കയത്തിൽ വഴിപിളർത്തി അവരെ സംരക്ഷിച്ചതുപോലെ അള്ളാഹു സംരക്ഷിക്കുമെന്ന വാഗ്ദാനമാണ് നമുക്ക് അവർക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ നമ്മൾ മുറുകെ പിടിക്കുന്നിടത്തോളം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ശരിയായ മാർഗം നമ്മളത് അന്വേഷിക്കുക, നമ്മൾ പഠിക്കുക, ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. എന്തു ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്തു ത്യജിക്കേണ്ടി വന്നാലും ശരിയായ ദീനിന്റെ ഒരേ ഒരു മാർഗം, അത് രണ്ടില്ല, മൂന്നില്ല, അനേകമില്ല, ഒരേ ഒരു മാർഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള ശരിയുടെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരേ ഒരു മാർഗം, സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിനോട് തേടുന്ന മാർഗം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ എന്തു വില കൊടുക്കേണ്ടി വന്നാലും അടിയുറച്ചു നിൽക്കുക. അതിനെതിരായ മറ്റെന്തു മാർഗങ്ങളുണ്ടോ അതിനോട് അകലം പാലിക്കുക, അതിനോട് എതിരിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. ഓ ഈമാനുള്ളവരെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളായവരെ അവരോട് സ്നേഹബന്ധം സ്ഥാപിച്ച് നിങ്ങൾ അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ആരാണവർ? അല്ലാഹു സൂറത്തുൽ മാഇദയിൽ ഒന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. ഓ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ജൂത നസാറാക്കളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവരാകട്ടെ പരസ്പരം മിത്രങ്ങളാണ്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. ആരാണോ അല്ലാഹുവിന്റെ ദീനിന്റെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ ജൂത നസാറാക്കളോട് ആത്മബന്ധം സ്ഥാപിക്കുന്നത്, മൈത്രി ബന്ധം സ്ഥാപിക്കുന്നത്, ഫഇന്നഹു മിൻഹും, അവരിൽപ്പെട്ടവനായി അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. അങ്ങനെയുള്ള അക്രമികളെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവർക്ക് അഡ്മിഷൻ ഇല്ല, അവർക്ക് സ്ഥാനമില്ല, പ്രവേശനമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണോ ഏതെങ്കിലും ഒരു സമൂഹത്തോട് വിശ്വാസം വേണ്ടതില്ല, മനസ്സിൽ അവരോടുള്ള വിശ്വാസപരമായ കൂറുണ്ടാകേണ്ടതില്ല, മറിച്ച് പ്രത്യക്ഷത്തിൽ, വാക്കിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, ചേലിൽ, കോലത്തിൽ, ഹെയർ സ്റ്റൈലിൽ, വസ്ത്രധാരണത്തിൽ, അനുകരണ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോട് ആരെങ്കിലും സദൃശനായാൽ ഫഹുവ മിൻഹും, ഹൃദയത്തിൽ അവരുടെ വിശ്വാസ ജീർണത പേർന്നില്ലെങ്കിലും നീ അവരുടെ കൂട്ടത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആശൂറയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠമാണിത്. കുഫാറുകളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട്, ജൂതനസാറാക്കളോട് അവരെത്ര സമൂഹത്തിൽ പോപ്പുലാരിറ്റി നേടിയവരാണെങ്കിലും, എത്ര വലിയ സെലിബ്രിറ്റികളാണെങ്കിലും, എത്ര വലിയ കളിക്കാരാണെങ്കിലും, എത്ര വലിയ മഹാന്മാരായി ലോകം അവരെ വിലയിരുത്തിയാലും ഇല്ല, മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് അവരോട് താദാത്മ്യം പോലുമില്ല, അവരോട് സാദൃശ്യമില്ല, അവരോട് സ്നേഹമില്ല. ഉള്ളിൽ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ. ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, ഈമാനിന്റെ അടിത്തറയാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അല്ലാഹു നമ്മെ നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിത്തറകളിൽ അടിത്തറയാണ്, ഇസ്ലാമിന്റെ ആധാരശിലകളിൽ ഒന്നാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ആശൂറയുടെ നോമ്പ് മദീനയിലെത്തിയപ്പോൾ സാക്ഷാൽ ജൂതന്മാർ, യഹൂദികൾ അവരാ നോമ്പ് അനുഷ്ഠിക്കേണ്ടതെന്ന് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെയും സമൂഹത്തെയും അല്ലാഹു രക്ഷിച്ചതിന് നന്ദി സൂചകമായി അവർ നോമ്പെടുത്തു വന്ന് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? വനഹ്നു അഹഖു ബിമൂസാ മിൻകും. ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പെട്ടവർ. സ്വഹാബത്തിനോട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി, ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറം 9 ഞാൻ നോമ്പെടുക്കുക തന്നെ ചെയ്യും. കാരണം ജൂതന്മാരോട് എതിരാകാൻ. മുഹറം 9 നമ്മൾ നോമ്പ് ചേർത്തെടുക്കുന്നത്
അല്ലെങ്കിൽ 10-എടുത്തവർ 9-എടുക്കാൻ സാധിക്കാത്തവർ 11 കൂടി ചേർത്തെടുക്കണമെന്ന് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ആശൂറയുടെ നോമ്പിന്റെ വിഷയത്തിൽ പോലും, ഒരൈച്ഛികമായ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിൽ പോലും ജൂതന്മാരോട് 10-ാമത്തെ ദിവസം മാത്രം അവർ നോമ്പെടുക്കുന്നു എന്നതിനാൽ അവരോട് എതിരാകണമെന്ന് പറഞ്ഞിട്ടാണ്. ജൂതനസാറാക്കളോട് എതിരാകാൻ, ആ ജൂതനസാറാക്കളോടെതിരായി ആശൂറയുടെ നോമ്പ് അനുഷ്ഠിക്കുന്ന മുസ്ലിമീങ്ങളെ, ഈ ദിവസങ്ങളിൽ പോലും നിങ്ങളുടെ സാദൃശ്യമാരോടാണ്? ഒരു ഫുട്ബോൾ മാമാങ്കത്തിന്റെ പേരിൽ, അതിന്റെ ഫാനായി ആടിയുലയുന്നതിന്റെ പേരിൽ, ജീവിതം ത്യജിക്കുന്നതിന്റെ പേരിൽ, തുലച്ചു കളയുന്നതിന്റെ പേരിൽ, ഉറക്കമൊഴിച്ചും നിസ്കരിക്കാതെയും ഈ നോമ്പ് പോലും ഉപേക്ഷിച്ചും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജാഥ വിളിക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത്, ഫ്ലക്സ് കെട്ടുന്നത്, തോരണം തൂക്കുന്നത്, തമ്മിൽ തല്ലുന്നത്, സമയം കൊല്ലുന്നത്? ആർക്കു വേണ്ടിയാണ്? ആരോടുള്ള സ്നേഹം മനസ്സിൽ കൊരുത്തു വച്ചിട്ടാണ്? ആരോടുള്ള സാദൃശ്യമാണ് അവരെ പോലെ ആട്ടം തുള്ളാനും കോലം കെട്ടാനും നിങ്ങളെ പ്രേരിപ്പിച്ചത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അവരോട് സാദൃശ്യമായാൽ അവരിൽ പെട്ടു എന്നാണ്. ഈ മുഹറം 10 ആശൂറയുടെ നോമ്പ് പോലും ജൂതനസാറാക്കളോടും കുഫാറുകളോടും മുശ്രിക്കുകളോടുമുള്ള അനുകരണവും താദാത്മ്യവും നമ്മെ വിലക്കുന്നുവെങ്കിൽ ഈ ദിവസം പോലും നമ്മളത് കൊടുമ്പിരി കൊണ്ട് നടപ്പിലാക്കുകയാണ്. എത്ര വൈചിത്ര്യമാണ്, എത്ര വിരുദ്ധമാണിത്, എത്ര വൈരുദ്ധ്യമാണിത്! അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ആശൂറയുടെ മറ്റൊരു പാഠം. 4-ാമത്തെ പാഠം, ഈമാനുള്ളവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് ഏറ്റവും കടപ്പെട്ടവർ. ഞങ്ങൾ അമ്പിയാക്കളുടെ ആളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവരാണ് എന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിലല്ല കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടോ എന്നതാണ് കാര്യം. അവരാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കളോട് കടപ്പെട്ടത്. ജൂതനസാറാക്കൾ ഇബ്രാഹിമി മില്ലത്തിന്റെ പാരമ്പര്യം ഉപരിപ്ലവമായി അവകാശവാദമായി ഉന്നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകി. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദനോ ജൂതനോ ആയിരുന്നില്ല, മറിച്ച് ഹനീഫൻ മുസ്ലിമ, അല്ലാഹുവിന്റെ തൗഹീദ് മുറുകെ പിടിച്ച, മുശ്രിക്കുകളുമായി ശിർക്കുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇസ്ലാമിന്റെ തനതായ തൗഹീദിൽ നിലകൊണ്ട് മുസ്ലിമായിരുന്നടോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് ഏറ്റവും അടുപ്പമുള്ളവർ, ബന്ധമുള്ളവർ, ലില്ലദീന തബഉ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ മുറുകെ പിടിച്ചവരാണ്. കുഫറിനോടും ശിർക്കിനോടും അതിന്റെ വക്താക്കളോടും സന്ധിയില്ലാ സമരം നടത്തിയവരാണ്, ബറാഅത്ത് പ്രഖ്യാപിച്ചവരാണ്, വിടുതൽ പ്രഖ്യാപിച്ചവരാണ്. അവരെ കൂട്ടത്തിലൊരായി അവരോടൊപ്പം ഉറഞ്ഞു തുള്ളുന്നവരെല്ലാവർ. അതാണ് ഇബ്രാഹിം മില്ലത്ത്. വഹാദൻ നബിയു, ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുന്നവർ, ഈ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന ആമനു, അദ്ദേഹത്തിൽ വിശ്വസിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങളുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നെഞ്ചേറ്റിയവരാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവാണ് രക്ഷാധികാരി. അല്ലാഹുവാണ് അവരുടെ ഏറ്റവും ഉറ്റമായ അടുത്ത മിത്രമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഇതിനുള്ള സൂചനകൾ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇതാണ് 4-ാമത്തെ കാര്യം. അമ്പിയാക്കളോടും മുർസലീങ്ങളോടും അടുപ്പമുള്ളവർ, കൂറുള്ളവർ, കടപ്പാടുള്ളവർ, അവരെ വിശ്വസിക്കുകയും അവരുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അവരാരാകട്ടെ. 5-ാമത്തെ കാര്യം, അൽ ഇനായത്തു ബി ഖസസിൽ അംബിയാ, അമ്പിയാക്കളുടെ പൂർവ്വസൂരികളുടെ ചരിത്രം അത് നമ്മൾ പഠിക്കണം, വായിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ന്യൂജൻ കാലഘട്ടത്തിലെ പുതുതലമുറകൾക്ക് ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം അതിലൂടെ പാഠമായി നമ്മൾ പങ്കുവെക്കണം. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അമ്പിയാക്കളുടെ ചരിത്രം സൂറത്ത് യൂസുഫിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി പറഞ്ഞു, അവരുടെ ചരിത്രങ്ങളിൽ, അവരുടെ കഥാകഥനങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്ക് ഉത്തമമായ മാതൃകയും പാഠങ്ങളും ഗുണപാഠങ്ങളുമുണ്ട്. മാ കാന ഹദീസൻ യുഫ്തറ, അത് കെട്ടിച്ചമച്ച കഥകളല്ല, അത് ഐതിഹ്യങ്ങളല്ല, അത് വാറോലകളല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈ, നിനക്ക് മുൻപ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്ര സാക്ഷ്യമാണ്, സത്യസന്ധമായ ചരിത്ര വിവരണം, മുൻകാല വേദങ്ങളെ ശരിവെക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനം. വതഫ്സീല കുല്ലി ഷൈഇൻ, മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും വിശദീകരിച്ചു തരുന്ന മഹാപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ. വഹുദൻ വറഹ്മ, മനുഷ്യർക്ക് സന്മാർഗദർശനം, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം. അതാണ് അമ്പിയാക്കളുടെ ചരിത്രം. അതുകൊണ്ട് അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുക. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട
മുൻഗാമികളുടെ സലഫു സാലിഹ്യങ്ങളുടെ ചരിതങ്ങൾ നമ്മൾ ഓർക്കുക, പുതുതലമുറക്കത് പകർന്നു നൽകുക. അവരതിലൂടെ വളരട്ടെ, അവരാ ചരിത്രം മാതൃകയാക്കി അവരുടെ പിന്നിൽ സഞ്ചരിക്കട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം അൽ-ഇത്തിബാഉൽ ഹഖ് ലിൽ അംബിയാഇ ബിസ്സൈരി അലാ ത്വരീഖതിഹിം. നമ്മൾ നേരത്തെ സൂചന നൽകുകയുണ്ടായി. ശരിയായ അംബിയാക്കളുടെ പാരമ്പര്യം ഹക്കായ നിലയിൽ അവരെ പിൻപറ്റുന്നവർക്ക് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, ഞാനൊരു മുസ്ലിമാണ് എന്ന എൻ്റെ അഭിമാനബോധം സത്യസന്ധമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾ ആരുടെ ഇഷ്ടങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളായിരിക്കും മുൻപിൽ. ഞാൻ വെറുക്കുന്ന കാര്യങ്ങളിൽ ആരിഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ വെറുപ്പായിരിക്കും എനിക്ക് വെറുപ്പ്. ആരൊക്കെ അതിനെ കൊട്ടിഘോഷിച്ചാലും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, നിന്നോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള ഇത്തിബാ അത് അവകാശപ്പെടുന്നവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സത്യസന്ധമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുവിൻ നിങ്ങളെന്ന് നിങ്ങൾ അവരോട് പറയുക നബിയെ. അതുകൊണ്ട് നബിയെ പിൻപറ്റുക, ദീനിനെ മുറുകെ പിടിക്കുക. അതാണ് യഥാർത്ഥ ഇസ്ലാം നമ്മിലുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള, അളന്നു നോക്കാനുള്ള മാനദണ്ഡം. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക എന്നത്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ ഹറാമ് കലർത്താതിരിക്കുക എന്നതാണ്. ഹറാമുകൾ, തിന്മകൾ ചെയ്തുകൊണ്ട് ആ നിഅമത്തുകൾ പരിപോഷിപ്പിക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥ നന്ദി. പലരും ഇപ്പോൾ ട്രെൻഡായി അവരുടെ വാഹനങ്ങളുടെ പുറകിൽ എഴുതിയിടുന്ന ഒരു ആയത്താണ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിളംബരം ചെയ്തിരിക്കുന്നു. എന്താണത്? നിങ്ങൾ അവന് നന്ദി ചെയ്യുന്നവരാണെങ്കിൽ അസീദന്നക്കും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു നൽകുക തന്നെ ചെയ്യും. വലഇൻ കഫർത്തും, നന്ദികേട് ചെയ്യുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അത് ആലോചിക്കുകയില്ല, അതെഴുതാൻ ആർക്കും മനസ്സ് തോന്നുകയില്ല. നന്ദികേട് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ കഠിനമാണ് എന്നുടനെ തന്നെ അവൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഒഴിവു സമയമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യവും ചുറുചുറുക്കവും ചോരത്തിളപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ ദീനിന് വേണ്ടി പണിയെടുക്കും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ നെഞ്ചേറ്റാൻ പണിയെടുക്കൂ. രാത്രി ഉറക്കമൊഴിച്ച്, നിസ്കാരം ഉപേക്ഷിച്ച്, ഹറാമുകളുടെ അകമ്പടിയുള്ള ലോകമാമാങ്കങ്ങളുടെ പിന്നാലെ കണ്ണും നട്ട് സമയവും ബുദ്ധിയും ജീവിതവും പണവും എന്താണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആ സമയത്ത് നിങ്ങൾ മരിച്ച നിങ്ങളുടെ ഖബറിലും നാളെ ആഖിറത്തിലും എന്തു നന്മയാണ്, ഒരണുമണി തൂക്കം എന്തു നന്മയാണ് നിങ്ങൾക്കത് ബാക്കി നൽകുക. ദുനിയാവിലുമില്ല, ആഖിറത്തിൽ ഏതായാലുമില്ല. അതുകൊണ്ട് അള്ളാഹു നൽകിയ സമയം, സമ്പത്ത്, ആരോഗ്യം, ഒഴിവുവേള അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അള്ളാഹു എടുത്തു നീക്കും. അള്ളാഹു എടുത്തു നീക്കും. നന്ദി ചെയ്താൽ അള്ളാഹു നിലനിർത്തും, ലാജീതന്നക്കും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. അതുകൊണ്ട് ഈ ചോരത്തിളപ്പും ആരോഗ്യവും എക്കാലവും നിലനിൽക്കില്ല എന്നുള്ള ബോധ്യം അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങളെ പേടിപ്പിക്കട്ടെ. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു പറയുന്നു, പടച്ചിറപ്പ് നമ്മോട് പറയുന്നു, ഇന്ന അദാബി ലശദീദ്, അവന്റെ ശിക്ഷ കഠിനമാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാതെ അഹങ്കരിച്ച, അധികാര പ്രമത്തതയിൽ വിചാരിച്ച, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ റബ്ബ് എന്ന് അഹങ്കരിച്ച ഫിറഔനിനെ ചെങ്കടലിന്റെ നടുക്കയത്തിൽ മുക്കിക്കൊന്നത് ആശൂറ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ നമുക്കുള്ള ഓർമ്മപ്പെടുത്തൽ എന്താണ് എന്ന് നാം വായിച്ചെടുക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എട്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ദീനിലായി വളർത്തുക, സുന്നത്തിലായി വളർത്തുക, മുസ്ലിമീങ്ങളായി വളർത്തുക. എന്താണ് നമ്മുടെ മക്കളുടെ ദീനിന്റെ അവസ്ഥയെ നമ്മൾ പരിശോധിക്കുക. മക്കളെ കണ്ണും നട്ട് അവരെ വീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലല്ലാതെ അവരെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ ഭയപ്പെടുക. സഹോദരങ്ങളെ, ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറയിൽ വളരുന്നവർ, അവരുടെ ദീനിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് തേടുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, മരിച്ച ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ആത്മാർത്ഥമായി തേടാൻ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ സാധിക്കുന്ന എത്ര മക്കളുണ്ടാകും നമ്മുടെ കാലശേഷം? അവരെ ദീനിലായി വളർത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെ നമുക്ക് സാധ്യമാകും? നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം സ്വാലിഹായ മക്കളാണ്. നീ സ്വരുക്കൂട്ടിയ കോടികളല്ല, നീ വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ ആസ്തിയല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ സന്നദ്ധരാകുന്ന, മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ സന്നദ്ധരാകുന്ന മക്കൾ ബാക്കിയായി, സ്വത്തായി, സമ്പത്തായി, നിധിയായി നമ്മൾ ബാക്കിയാക്കിയിട്ടുണ്ടോ? ആശൂറയുടെ പാഠമതാണ്. ആശൂറയുടെ പാഠമതാണ്. സഹാബത്ത് പറഞ്ഞില്ലേ, മുഹറം 10 ആശൂറയുടെ നോമ്പ്
ഞങ്ങൾ കുട്ടികളെ കൊണ്ട് അനുഷ്ഠിപ്പിക്കാറുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ അവർ വിശന്ന് കരയുമ്പോൾ മാവ് കുഴച്ച് ഞങ്ങൾ കളിപ്പാട്ടുണ്ടാക്കി അവരെ ശ്രദ്ധ തെറ്റിക്കാറുണ്ടായിരുന്നു. സുന്നത്ത് നോമ്പ് വിശക്കുമ്പോൾ കളിപ്പാട്ടമുണ്ടാക്കി അവരെ ശ്രദ്ധ തെറ്റിച്ച് അനുഷ്ഠിക്കാൻ പ്രാപ്തരാക്കിയ മുസ്ലിം ഉമ്മത്തിലെ മാതൃക രത്നങ്ങളെ വളർത്തിയെടുത്ത നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം ആശൂറയുടെ പാരമ്പര്യം കൂടിയാണ്. നമ്മളത് മറന്നുകൂടാ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അശൂറ ദിവസം, മുഹറം 10 ഈ ദിവസം, അതിൽ ശർഈയായ ദീനിയായ പാഠങ്ങൾ നമ്മൾ അയർവെക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ഖുർആനും സുന്നത്തും മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളും അഇമ്മത്തുകളും മദ്ഹബിന്റെ ഇമാമിയങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരും നമുക്ക് നൽകിയ ഇത്തരം പാഠങ്ങൾക്കപ്പുറത്ത് ഈ ദിവസത്തിന്റെ വിഷയത്തിൽ, ഈ ദിവസവുമായി അനുബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ പിഴച്ചുപോയ 2 വർഗമുണ്ട്. അവർ നമ്മൾ കരുതിയിരിക്കണം. നമ്മുടെ ഈ കേരളമാകുന്ന, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിമീങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണിൽ ഈ പിഴച്ച ആദർശവും ആദർശ വ്യതിയാനവും തോന്നിവാസങ്ങളും ദീനിനെതിരായ വൃത്തികേടുകളും ഈ ദിവസത്തിന്റെ പേരിൽ പോലും, കർബല അനുസ്മരണം എന്ന പേരിൽ പോലും വ്യാപകമായി മുസ്ലിം ഉമ്മത്തിൽ കുത്തിവെക്കുന്നുണ്ട്. നമ്മളത് കരുതിയിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ചുരുക്കി പറയാം, ഒരു വിഭാഗം അവർ ഈ ദിവസം ആഘോഷമാക്കുന്നവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരതിനു വേണ്ടി തെളിവിന് കൊള്ളാത്ത ഹദീസുകൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ദിവസം കുടുംബത്തിന് സമ്പത്ത് വിശാലമായി ചെലവഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും, വർഷത്തിലെ മറ്റെല്ലാ ദിവസങ്ങളിലും അവരുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകും എന്നൊരു ഹദീസ്, ഒരു അഡ്രസ്സുമില്ലാത്ത, ഒരു സനദുമില്ലാത്ത ഒരു ഹദീസ് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. വേറെ ചിലർ പറയുന്നതായി കാണാം, ഈ ദിവസം ആരെങ്കിലും സുറുമയിട്ടാൽ, മുഹറം 10 ദിവസം സുറുമയിട്ടാൽ പിന്നെ അവന് ആ കൊല്ലത്തിൽ ചെങ്കണ്ണ് ബാധിക്കുകയില്ല, കണ്ണുരോഗം ബാധിക്കുകയില്ല. വേറെ ചിലർ പറയുന്നു, ഹദീസായി പറയുന്നു, ഈ ദിവസം ആരെങ്കിലും കുളിച്ചു ശുദ്ധി വരുത്തിയാൽ, സുഗന്ധം പൂശിയാൽ അവൻ ഈ വർഷത്തിൽ പിന്നെ രോഗം ബാധിക്കുകയില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സമസ്ത പുരോഹിതന്മാർ പാടി നടക്കുന്നുണ്ട്. ഒരഡ്രസ്സുമില്ലാത്ത, ഒരു പരമ്പര പോലുമില്ലാത്ത, ദുർബലമായ, തെളിവിന് കൊള്ളുന്ന ഒന്നുമില്ലാത്ത ദുർബലമായ രേഖകൾ മാത്രമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേരുന്ന പരമ്പര പോലുമില്ലാത്ത വ്യാജ നിർമ്മിതികളാണിത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞ് ഈ ദിവസം ആഘോഷമാക്കുന്നവർ മറ്റു ദിവസങ്ങളിലില്ലാത്ത വിധം, വർഷത്തിൽ മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത വിധം പ്രത്യേകം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, പ്രത്യേക നിസ്കാരം ഉണ്ടാക്കുന്നു. നോമ്പ് മാത്രമാണ് ഈ ദിവസത്തിൽ സ്ഥിരപ്പെട്ടത്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുന്നത്ത് നോമ്പ് എടുക്കുക എന്നത് മാത്രമാണ് ഈ ദിവസത്തിലെ പ്രത്യേക ആചാരമായി സ്ഥിരപ്പെട്ടത്. മറ്റൊന്നും അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ അഇമ്മത്തോ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് വിദ്വേഷം പുലർത്തുന്ന, അദ്ദേഹത്തിനെതിരെ നിലകൊണ്ടുന്ന മുതഅസ്സിബീങ്ങൾ ഉണ്ടാക്കിയ ബാത്തിലായ ബിദ്അത്തിന്റെ നടപടിക്രമങ്ങളാണ്. ഇതാണ് ഒരു വശം. മറ്റൊരു വശം നേരെ എതിരാണ്. ഈ ദിവസത്തിൽ മഹാനായ ഹുസൈൻ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളിൽ ഒരാൾ എന്ന് അവിടുത്തെ പേരക്കുട്ടികളിൽ ഒരാളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എണ്ണിയിരിക്കുന്നു. അവിടുത്തോടുള്ള സ്നേഹം, ആ മക്കളോടുള്ള സ്നേഹം, തന്റെ പേരമക്കളോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുഹറം 10 ആശൂറയുടെ ദിവസം കർബലയിൽ വെച്ച് ദാരുണമായി കൊല ചെയ്ത്, അവിടുത്തെ വഞ്ചിച്ച്, അവിടുത്തെ ചോര ചിന്തിയത് ചരിത്രത്തിൽ നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും അറിയാം, സാക്ഷാൽ ഷിയാക്കൾ തന്നെയാണ്. കൂഫയിലേക്ക് ആയിരക്കണക്കിന് കത്തുകൾ അയച്ച്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നേതാവായി നിൽക്കണം എന്ന് പറഞ്ഞ് ക്ഷണിച്ച് കൂഫയിലേക്ക് വിളിച്ചു വരുത്തി അവസാനം കാലുമാറി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വാളിനിരയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തമേറ്റ ആ ശിരസിൽ ഗഡ്ഗം വെച്ച് കഴുത്തറുത്ത് രക്തം ചിന്തിയവർ സാക്ഷാൽ ഷിയാക്കളല്ലാതെ മറ്റാരുമല്ല. എന്നിട്ടവർ ഈ ദിവസം
ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്ന ഈ ദിവസം മറ്റു സ്വഹാബികളെ തെറിവിളിക്കാനും ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നവർ അഹ്ലുസുന്നയാണ് എന്ന് വരുത്തി തീർക്കാനും ഈ ദിവസത്തെ വിലാപ ദിവസമാക്കി കൊണ്ടാടുന്നു. ഈ ദിവസത്തിൽ അവർ മാറത്തടിക്കുന്നു, ആത്മാഹുതി നടത്തുന്നു, സ്വന്തം തല തല്ലി തകർക്കുന്നു, സ്വന്തം ശരീരത്തിൽ ചോരയുണ്ടാക്കുന്നു. ഇതവരുടെ വഞ്ചനയാണ്. മുസ്ലിം ഉമ്മത്തിനെ ഈ ചരിത്ര യാഥാർത്ഥ്യം വിസ്മരിപ്പിക്കാൻ വേണ്ടി അവർ കളിക്കുന്ന കപടനാടകം. മുസ്ലിം ഉമ്മത്തിനെതിരെ ഈ ഷിയായിസം പതുക്കെ പതുക്കെ കുത്തിവെക്കാനും സ്വഹാബത്തിനെതിരെ നോക്കൂ നിങ്ങൾ, അന്ന് കർബലയിൽ കൊല്ലപ്പെട്ടവരിൽ അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹമാണ് അവരിതിന്റെ പേരിൽ മറവാക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവനാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നവർ അഹ്ലുസുന്നയാണ്, അവർക്ക് അഹ്ലുൽ ബൈത്തിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് സ്വഹാബത്തിൽ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ എല്ലാവരും തെറിവിളിക്കുന്ന, ലഅനത്ത് ചെയ്യുന്ന, ശാപപ്രാർത്ഥന ചെയ്യുന്ന അവരെ ദീൻ അതാണ് സാക്ഷാൽ റാഫിളത്ത്. ഇവരാണ് ഈ ദിവസം ഇങ്ങനെ വിലാപ ആചരണമാക്കുന്നത്. അന്ന് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കൾ ഉസ്മാൻ, ഉമർ അല്ലെങ്കിൽ അബൂബക്കർ എന്നു പേരുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ അഹ്ലുൽ ബൈത്തിൽ ഇവർ പരിഗണിക്കുന്നില്ലേ? അവരെ പേര് വിലാപം കൊണ്ടാടുന്നില്ലേ? അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിന് മുമ്പ് ഹസൻ റളിയല്ലാഹുവിന് മരണപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ ദിവസം വിലാപമാക്കാത്തത്? ഇവർക്ക് അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം പോലും കപടനാടകമാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഷിയാക്കൾ തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ കിരാതമായ വധത്തിന് കാരണക്കാരായത്. അവർ തന്നെയാണ് അതിന്റെ പേര് വിലാപം നടിച്ച് കർബല ദിവസം എന്ന പേരിൽ മുഹറം 10 ദുരാചാരമായി കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇതിന് രണ്ടിനും മധ്യയാണ് മുസ്ലിമീങ്ങൾ. അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് തന്നെയാണ് അനീതിക്കിരയായി, അക്രമത്തിനെതിരായി, വഞ്ചനക്കിരയായി അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം ഷഹീദാകപ്പെട്ടിരിക്കുന്നു. അവർ അക്രമികളാണ്, ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നവർ ധിക്കാരികളാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. പക്ഷേ അത് മറ്റു സ്വഹാബികളെ സ്നേഹിക്കാൻ അഹ്ലുസുന്നക്ക് തടസ്സമല്ല. സ്വഹാബത്തിനെ സ്നേഹിക്കൽ അഹ്ലുസുന്നയുടെ വിശ്വാസ അടിത്തറയാണ്. അഹ്ലുബൈത്തിനെ സ്നേഹിക്കലും അഹ്ലുസുന്നയുടെ വിശ്വാസ അടിത്തറയാണ്. ഷിയാക്കൾക്ക് അഹ്ലുസുന്നയോടുള്ള വെറുപ്പാണ്, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം. അഹ്ലുബൈത്തിനെയും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ട സ്വഹാബത്തിനോടുള്ള സ്നേഹത്തെയും ആദർശമായി കൊണ്ടു നടക്കുന്നവരാണ് ഈ രംഗത്ത് രക്ഷപ്പെട്ടവർ, വിജയിച്ചവർ എന്ന് നമ്മൾ സാന്ദർഭികമായി ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായി മുറുകെ പിടിച്ച് അതിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين.